ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ, അതല്ലെങ്കിൽ തസ്ബീഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മരുമകനും അതുപോലെ മകൾക്കും പഠിപ്പിച്ചതാണ്. ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വായിക്കുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്കാറിൽ നിന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലഹു വലി ഫാത്തിമ, അലിയോടും അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അവൈതുമാ ഇലാ ഫിറാശികുമാ ഔ ഇദാ അഖദ്തുമാ മളാജിഅകുമാ, നിങ്ങൾ രാത്രി ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി ചെന്നാൽ, അഥവാ ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താക്കണം? ഫകബ്ബിറാ സലാസൻ വസലാസീന, 33 പ്രാവശ്യം നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. വസബ്ബിഹാ സലാസൻ വസലാസീന, നിങ്ങൾ രണ്ടുപേരും 33 പ്രാവശ്യം തസ്ബീഹ് അഥവാ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണം. വഹ്മദ സലാസൻ വസലാസീന, 33 പ്രാവശ്യം നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം. അപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്.